ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ GTA 5 പുതിയൊരു മിഷനുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു മിഷനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. അതായത് നമുക്ക് ഇതിനകത്തൊരു ഫിലിം റീലുണ്ട് ഗൈസ്. ആ സാധനം നമുക്ക് കൈക്കലാക്കണം. അത് കൈക്കലാക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ അവിടെ പോയി എടുത്താൽ പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കണം. അതായത് അവർ ട്രേസ് ചെയ്യണം, അവർ ട്രേസ് ചെയ്ത് സാധനം നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നമ്മളെ പോലീസും കാര്യങ്ങളും എല്ലാം പിടിക്കാൻ വരും. അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. അങ്ങനെ ഗൈസ് പല പല പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേണം നമുക്ക് രക്ഷപ്പെടാനും ഒക്കെ. അപ്പോൾ ഗൈസ് ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ ഒരു വണ്ടി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു അടിപൊളി രസമല്ലേ ഈ ഒരു വണ്ടി ഓടിക്കാനും, പിന്നെ സ്പീഡും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ നൈസാണ്. അപ്പം അതിനാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത്. പിന്നെ ഈ ഒരു വണ്ടി അത്യാവശ്യം കസ്റ്റം ലുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടും താനും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വണ്ടി ഞാൻ എടുത്തത്. എന്തായാലും കൊള്ളാം. നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ മെഷീനിലോട്ട് കയറാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ GTA 5 സ്റ്റോറിയിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഇവർ രണ്ടുപേരുമാണ്. ഇവരെ രണ്ടുപേരെ നമ്മൾ കുറച്ച് മിഷൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയ തന്നെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് മിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ഫിലിം ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു മിഷൻസും കാര്യങ്ങളുമാണ് ഈ നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു മിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ ലെങ്ത്ത് ഭയങ്കരമായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ഇനി എയർപോർട്ടിലോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നശിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചീറ്റ് കോഡ് അടിച്ച് റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നൈസ് വണ്ടിയാണ് ഗൈസ്, ഒന്നും പറയില്ല. കീച്ച സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു വണ്ടി, ഈ ഒരു ഗെയിമിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണാനും അത്യാവശ്യം ലുക്കുണ്ട്. പിന്നെ എന്താ പറയുക, രസമാണ് വണ്ടി ഓടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി എയർപോർട്ടിലോട്ടാണ് അവർ പോകാൻ പറഞ്ഞിരിക്കുന്നത്. എയർപോർട്ടിൽ ചെല്ലുക, നമുക്ക് മോളിയെ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും എയർപോർട്ടിലോട്ട് പോവാം. അവിടെ ഏകദേശം ഇനി നമുക്ക് 1.58 മൈലോളം ദൂരം ഉണ്ട് ഗൈസ്. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്ത് പറയാനാ. നമ്മൾ ഈ മിഷൻസിനൊക്കെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഓരോരുത്തന്മാർ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വരുന്നത് ഗൈസ്. ഇതെൻ്റെ കീബോർഡിൻ്റെ പ്രശ്നമായിരുന്നു ഇപ്പോൾ പോയി ഇടിച്ചത്. അത് വേറെ ആരെയും തെറ്റല്ല, എൻ്റെ തന്നെ തെറ്റാണ്. എന്തായാലും കൊള്ളാം ഗൈസ്, അതെന്തായാലും ആവട്ടെ. നമുക്ക് നമ്മുടെ മിഷനാണ് വലുത്. ഇനിയിപ്പോൾ ഏകദേശം 1.38 മൈലൂടെ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇനിയും നമ്മുടെ ഫാർ ക്രൈ അങ്ങനെ പല പല ഇതിൻ്റെ വീഡിയോസും ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിൽ കയറി വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണുക. നമ്മൾ GTA 5 ഓരോരോ മിഷൻസ് നമ്മൾ എടുത്തിടുന്നുണ്ട്. പിന്നെ ഏറ്റവും ചെറിയ മിഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളു ഇടാത്ത. ബാക്കി ഒരുമാതിരിപ്പെട്ട മെയിനായിട്ടുള്ള മിഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് എന്തായാലും. ഓക്കെ, നമ്മൾ ഇത് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടെ പോകാൻ കിടപ്പുണ്ട് ഗൈസ്. നമ്മൾ മോളിയെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ പോകുന്നതാണ് ഗൈസ് മോളി എന്ന് പറയുന്നത്. അയ്യോ ഗൈസ്, അവളെ പോലീസും ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെ നമ്മൾ പോലീസും ചേസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അവളെ ചേസ് ചെയ്ത് അവളുടെ സാധനം ഇപ്പോൾ എടുക്കണം. അതാണ് വേണ്ടത്. നമ്മൾ മാക്സിമം സ്പീഡാണ്, പക്ഷെ ഗൈസ് ഈ വണ്ടി അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ ഒരു സൈഡിലത്തെ ഇതിൽ കയറിയാലും വണ്ടിയുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗൈസ്. നമ്മൾ എയർപോർട്ടിൽ നിന്നിട്ടുണ്ട്, രണ്ട് പ്ലെയിനും കാര്യങ്ങളൊക്കെ താഴ്ന്നിട്ടുണ്ട് അവിടെ. ഗൈസ് പോകുന്നു പ്ലെയിനും കാര്യങ്ങളൊക്കെ. ആ നൈസ് ഡ്രിഫ്റ്റ് ആയിരുന്നു കേട്ടോ, കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. എടാ എന്തോടാ വണ്ടി പൊട്ടിത്തെറിച്ച് ചത്തോളൂ? ഇല്ല ഗൈസ്. ഓക്കെ, അവളെ ചത്തിട്ടില്ല. നമ്മൾ വണ്ടി തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തിരിയണ്ടേ. ഇതുകൊണ്ട് അവൾ പോകുന്നു ഗൈസ്. നമ്മൾ അവളുടെ പുറയിൽ മാക്സിമം വെച്ച് പിടിക്കുകയാണ്. വണ്ടി ഒന്ന് നിർത്തണ്ടേ അവള്. ഗൈസ് കൺട്രോൾ ശരിക്കും അങ്ങോട്ട് കിട്ടുന്നേ ഇല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ സ്പീഡ് വന്നിട്ട് വേഗം നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്താണെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ കറക്റ്റായിട്ട് അറിയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അതായത് ഗെയിമിനകത്ത് ഈ ഒരു രീതിയിലുള്ള വണ്ടി ഓടിക്കാൻ നല്ല പാടാണ് ഗൈസ്. ആ പ്ലെയിനകത്ത് വല്ലതും കയറി പോകാനാണ് ഇവള്. അത് കൊള്ളാം കേട്ടോ. അങ്ങനെ പോലീസുകാർ 2 പേര് വടിയായിട്ടുണ്ട്.
എന്തായാലും സ്പീഡിൽ പോവാം, കാരണം പറയാൻ പറ്റത്തില്ല, വേണേൽ പ്ലെയിനകത്തൊക്കെ അവൾ കയറിക്കളയും. ഓ ഇല്ല ഗൈസ്, നമ്മൾ വേണ്ട അടുത്ത സൈഡിലോട്ടൊക്കെ പിടിച്ച് നമ്മൾ സൈഡ് പിടിച്ച് പോവാണ്. പക്ഷേ ഇങ്ങനെ പൊങ്ങിച്ചാടിയൊക്കെ പോകാനായിരുന്നു നമുക്ക് ഈ ഒരു വണ്ടി മാറ്റായിരുന്നു, കാരണം ഇതത്ര സുഖമുള്ള പരിപാടിയല്ല. ഓ നമ്മൾ ജസ്റ്റ് മിസ്സ്, അല്ലെങ്കിൽ നമ്മളും തീർന്നേനും ഗൈസ്. നമ്മൾ അങ്ങനെയൊക്കെ ചെന്ന് ഇടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തീരും. നമ്മൾ എന്ത് ചെയ്യടാ, അവൾ കയ്യിൽ നിന്ന് പോയി. ഓക്കെ നമ്മൾ വണ്ടി വീണ്ടും തിരിച്ച് സെറ്റ് ചെയ്തേക്കാണ് ഗൈസ്. വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓ ദേ അവളെ കിട്ടി. ഓക്കെ നമുക്കിനി ഓടിപ്പോയി സാധനം എടുക്കാം ഗൈസ്. അവൾ അതുകൊണ്ട് ഓടുന്നു. നമുക്ക് ഇവിടൊക്കെ അലേർട്ടായിട്ടിരിക്കണം, എപ്പോൾ ആണെങ്കിലും പോലീസുകാരൊക്കെ ഇവിടെയൊക്കെ കാണും ഗൈസ്. ഇത് ഏത് ഗണ്ണാണ് എടുക്കുന്നത്? ഇതെങ്കിൽ ഇത് ഡബിൾ ബാരൽ മതി ഗൈസ്, നമുക്കതാണ് വേണ്ടത്. ഓക്കെ എന്തിനാ അവള് അതുകൊണ്ട് പ്ലെയിൻ ഓണായി ഗൈസ്. ഓ ഗൈസ് ആരാണ്ട് അരഞ്ഞൊക്കെ തീർന്നു ഗൈസ്. ഇതിൻ്റെ ഇവിടെങ്ങാണ്ടുണ്ട് സാധനം. ഓക്കെ നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടണം, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ നമ്മൾ ഇവിടെ ഇപ്പോൾ കവർ എടുത്തിടാം. നമുക്ക് പോലീസുകാരെ ഇതിൽ നിന്ന് കളയാം ഗൈസ്, മാക്സിമം കളയാൻ നോക്കുക. ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഒരു പട വരുന്നുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ചാവും എന്നാണ് തോന്നുന്നത്. നമുക്ക് സ്റ്റാറൊന്നും അടിച്ചിട്ട് ചീറ്റ് കോഡൊന്നും അടിച്ചിട്ട് ശരിയാവുന്ന പോലും ഇല്ല, കാരണം നമ്മൾ എനിക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ടായിരിക്കും. ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ ഗൈസ്, വേറൊരു വഴിയില്ല. ഓക്കെ നമുക്ക് ആക്ടിവേറ്റഡ് ആക്കാൻ പറ്റില്ലത് ഗൈസ്, ഇത് തീരും തോന്നുന്നു കേട്ടോ. ഓക്കെ നമ്മൾ ചത്ത് ഇത്രയും പേരുടെ ഒന്നിച്ചെടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചത്തു. ഇപ്പോൾ ജസ്റ്റ് മിസ്സ്, ആ ഒരു ബുള്ളറ്റ് കയറാൻ ജസ്റ്റ് മിസ്സ്, ഇപ്പം ചത്തേനെ ഗൈസ്. ഓക്കെ നമ്മൾ ചീറ്റ് കോഡ് അടിക്കുകയും ഒരു ബുള്ളറ്റ് വന്ന് കൊള്ളുകയും കൂടെ ആയിരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം, നമ്മൾ ഗണ്ണങ്ങോട്ട് എടുക്കുക. ഇനിയും അടുത്ത് വരുന്നവന്മാരെയൊക്കെ പൊട്ടിക്കുക, അടുത്ത് വരാത്തവന്മാർക്ക് നമ്മൾ മാക്സിമം രക്ഷപ്പെടാനാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇവരെ കളഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഓക്കെ നമ്മൾ വണ്ടി എടുത്തു. ഡോറൊന്നും അടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ഡോർ അടഞ്ഞു ഗൈസ്. ഓക്കെ നമ്മൾ ആദ്യമേ ലൈഫും കാര്യങ്ങളും വണ്ടിയൊക്കെ സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് ചീറ്റ് കോഡൊക്കെ അടിക്കാമെന്നാണ് തോന്നുന്നത്. ചീറ്റ് കോഡ് അടിച്ചാൽ ഇനിയും വണ്ടിയുടെ ആ ഒരു ഇതിൻ്റെ ചീറ്റ് കോഡ് അടിച്ചാൽ സെറ്റാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്കിനി അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ചീറ്റ് കോഡ് അടിച്ചിട്ടൊന്ന് കുറഞ്ഞിട്ട് വീണ്ടും വന്നല്ലോ. ഇതിനി എന്താ പരിപാടി, ഒന്നുകൂടെ ചെയ്ത് നോക്കാം ഗൈസ്. ചീറ്റ് കോഡ് അടിക്കുക, ഒരു സ്റ്റാർ പോവുക, വീണ്ടും വരിക. ഓക്കെ കുറയുന്നുണ്ട്. ദേണ്ടാ വീണ്ടും വന്നടാ. ഇത് എവിടെയെങ്കിലും ഒന്ന് പോകണം. ഈ പോലീസുകാരടുത്തുള്ളതാണ് ഈ നമ്മുടെ ചീറ്റ് കോഡ് അടിച്ചിട്ട് വർക്കാവാത്തത്. വീണ്ടും സ്റ്റാർ പോയിട്ട് അപ്പം തന്നെ സ്റ്റാർ വീണ്ടും വരുന്നത് ഈ പോലീസുകാരടുത്തുള്ളതുകൊണ്ടാണ്. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം ഗൈസ്. പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഏകദേശം വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് വഴി എന്ന് വെച്ചാൽ ഈ പോലീസുകാരെയും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം മിഷൻ കംപ്ലീറ്റ് ആവും ഗൈസ്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ രീതിയൊന്നുമില്ല. മിഷൻ കംപ്ലീറ്റ് ആവും പോലീസുകാരെയും കൂടെ കളഞ്ഞാൽ. അത് നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ മിഷൻ. ഓക്കെ ബൈ.